നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് വൻ സ്ഫോടനത്തിനുള്ള ഭീകരരുടെ പദ്ധതി തകർത്തു. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 6 ഭീകരർ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ പിടിയിലായി. 2 പാക് സ്വദേശികളും പാകിസ്ഥാനിൽ ആയുധ പരിശീലനം നേടിയവരും പിടിയിലായവരിൽ ഉൾപ്പെടും. വൻ ആയുധ ശേഖരവും പിടികൂടി. KPCC മുൻ ജനറൽ സെക്രട്ടറി KP അനിൽകുമാറും CPMൽ ചേർന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച AKG സെന്ററിലെത്തിയ അനിൽകുമാറിനെ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചു. കോൺഗ്രസ് വിട്ടുവരുന്നവർക്ക് അർഹമായ പരിഗണന നൽകുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ തയ്യാറല്ലെന്നും 43 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും അനിൽകുമാർ പറഞ്ഞു. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KP അനിൽകുമാറിനെ പുറത്താക്കിയത് KPCC അധ്യക്ഷൻ K സുധാകരൻ. KP അനിൽകുമാർ കോൺഗ്രസ് വിട്ടതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. അനിൽകുമാർ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതും അനിൽകുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും K സുധാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പുകഞ്ഞ കൊള്ളി പുറത്തത് K മുരളീധരൻ. വാട്ടർ ടാങ്ക് നിറയുമ്പോൾ ജലം പുറത്തു പോകുന്നത് പോലെ കണ്ടാൽ മതി അനിൽകുമാറിന്റെ രാജി. പുറത്താക്കിയതിനു ശേഷം നടത്തുന്ന ജലകൽപ്പനകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. 2 പേർ പുറത്തുപോയാൽ പാർട്ടിക്ക് ക്ഷീണമില്ലെന്നും K മുരളീധരൻ കണ്ണൂരിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരെ കൊല ചെയ്യുന്ന പാർട്ടിയിലേക്ക് KP അനിൽകുമാർ പോയത് മുമ്പുണ്ടായിരുന്ന അന്തർധാര മൂലമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ്. CPMൽ ചേർന്നു കഴിഞ്ഞ ശേഷമുള്ള പ്രതികരണത്തിന് മറുപടി ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KP അനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ MLA. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കാത്തവർ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളാത്തവരാണ്. വിമർശനം: അനിൽകുമാറിന്റെ അത്ര അവസരം ലഭിക്കാത്ത ധാരാളം പ്രവർത്തകർ ഇപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KPCC ഭാരവാഹിയാകാത്തവരാണ് നിരവധി പേരെന്നും ഷാഫി പറമ്പിൽ പാലക്കാട് പറഞ്ഞു. കോൺഗ്രസ് വിട്ട KP അനിൽകുമാറിനെതിരെ വിമർശനവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് PT തോമസ് MLA. മുല്ലപ്പള്ളി പ്രസിഡന്റായിരുന്നപ്പോൾ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു KP അനിൽകുമാർ വഹിച്ചിരുന്നത്. ഇപ്പോൾ അധികാരത്തിന്റെ ശീതളഛായ തേടി പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ലെന്നും PT തോമസ് കൊച്ചിയിൽ പറഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭയിലെ SDPI പിന്തുണയിൽ പ്രതിസന്ധിയിലായി ഇടതുമുന്നണി. SDPIയുമായി സഹകരിക്കില്ലെന്നത് പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. LDF ആവശ്യപ്പെട്ടിട്ടല്ല SDPI പിന്തുണ നൽകിയതെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയും പറഞ്ഞു. ഈരാറ്റുപേട്ടയിലെ CPM SDPI കൂട്ടുകെട്ട് കേരളത്തിന് അപകടം ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പാലാ ബിഷപ്പിനെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളുമായി CPM സഖ്യം ചെയ്തു. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. മത തീവ്രവാദ സംഘടനകളാണ് നാർക്കോട്ടിക് ജിഹാദിന് പിന്നിലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. സമുദായങ്ങൾ തമ്മിൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നത് സംസ്ഥാന സർക്കാർ നോക്കി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം ഇടപെട്ടത് വിഷയം ആളിക്കത്തിക്കാതിരിക്കാനാണെന്നും വർഗീയത ഉണ്ടാക്കുന്നവരെ നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ്. നല്ല രീതിയിൽ വിഷയം പരിഹരിക്കാൻ സർക്കാർ എടുക്കുന്ന നിലപാടുകളെ പിന്തുണയ്ക്കുമെന്നും PD സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. തീവ്രവാദികളുടെ മെഗാഫോണായി സംസ്ഥാനത്ത് കോൺഗ്രസും CPMും മാറുകയാണ്. SDPI CPM സഖ്യമുള്ളതുകൊണ്ടാണ് തീവ്രവാദ പ്രവർത്തനങ്ങളോട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്നും ഈരാറ്റുപേട്ടയിൽ പരസ്യമായത് ഇടതു ജിഹാദി സഖ്യമാണെന്നും PK കൃഷ്ണദാസ് കൊച്ചിയിൽ പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ബിഷപ്പ് പറഞ്ഞാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി MP. ആവശ്യമുന്നയിച്ചാൽ അറിയിക്കേണ്ടവരെ അറിയിക്കും. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഉയരട്ടെയെന്നും ഭൂരിപക്ഷ അഭിപ്രായത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. നാർക്കോട്ടിക് ലവ് ജിഹാദ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജിഹാദി പ്രീണന നിലപാട് രാജ്യദ്രോഹപരമാണെന്ന് PC ജോർജ്.
പാലാ ബിഷപ്പിന്റെ പ്രസംഗത്തെ തുടർന്ന് ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നടക്കുന്നത് താലിബാനിസമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങളും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും പ്രതികരിക്കണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടു. ആലപ്പുഴ കാവാലത്തെ ലവ് ജിഹാദ് സംഭവത്തിൽ കുറ്റക്കാരെ സംരക്ഷിച്ച് പോലീസ്. മതം മാറി കല്യാണം കഴിക്കണമെന്നും അല്ലാത്തപക്ഷം വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഒന്നാം പ്രതി ഷംനാസിനെ കൂടാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും പെൺകുട്ടിയെയും വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി. തെളിവുകൾ സഹിതം പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ല. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട യുവതിയെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയാക്കിയെന്ന പരാതിയുമായി യുവതിയുടെ ബന്ധുക്കൾ രംഗത്ത്. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയായ യുവതിയുടെ മതം മാറ്റം ലവ് ജിഹാദിലൂടെ എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. കേരള കോൺഗ്രസ് എം ഹൈ പവർ കമ്മിറ്റിയിൽ സിപിഐക്ക് രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സിപിഐ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ബാലിശമെന്ന് യോഗം വിമർശിച്ചു. ജോസ് കെ മാണിയുടെ ജനകീയ അടിത്തറ സിപിഐ നേതാക്കൾ അളക്കേണ്ടതില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യത്തിലൂടെ മുന്നണിക്ക് പല സീറ്റുകളിലും ജയിക്കാനായി. ഇടതുമുന്നണിയിലെ സ്ഥാനം നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് സിപിഐക്കെന്നും യോഗം വിമർശിച്ചു. സംസ്ഥാനത്ത് കൊറോണ സാമ്പിൾ പരിശോധനയുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 1,05,505 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. 15,876 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 15.12% രോഗസ്ഥിരീകരണ നിരക്ക്. രവി പിള്ളയുടെ മകന്റെ വിവാഹ ചടങ്ങിന് കൊറോണ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് ഹൈക്കോടതി. വിവാഹത്തിന്റെ ദൃശ്യങ്ങളിൽ വലിയ ആൾക്കൂട്ടം വ്യക്തമാണെന്ന് കോടതി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഗുരുവായൂരിൽ നടന്ന എല്ലാ വിവാഹങ്ങളുടെയും വിശദാംശങ്ങൾ അറിയിക്കാൻ ദേവസ്വം ബോർഡിന് കോടതി നിർദ്ദേശം നൽകി. തൃശൂർ എസ്പിയെയും ഗുരുവായൂർ സിഐയെയും സെക്ടറൽ മജിസ്ട്രേറ്റിനെയും കേസിൽ കക്ഷി ചേർത്തു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിവരാവകാശ പ്രവർത്തകന്റെ വീട്ടിൽ കയറി റിട്ടയർഡ് SIയുടെ ആക്രമണം. വിവരാവകാശ പ്രവർത്തകൻ ശ്രീകുമാറിനെയും അമ്മയെയുമാണ് ആക്രമിച്ചത്. റിട്ടയർഡ് SI റഷീദിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് ആക്രമിച്ചതെന്ന് ശ്രീകുമാർ പറയുന്നു. കമ്പിവടി ഉപയോഗിച്ച് ശ്രീകുമാറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ 1-ാം പ്രതി CP ഉസ്മാൻ അറസ്റ്റിൽ. മലപ്പുറം അരീക്കോട് നിന്നാണ് തുവൂർ ചെമ്പ്രശ്ശേരി സ്വദേശി ഉസ്മാനെ പിടികൂടിയത്. 10ലേറെ മാവോവാദി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. സമൂഹ മാധ്യമം വഴിയുള്ള അധ്യാപകന്റെ അശ്ലീല ചാറ്റിനെ തുടർന്ന് കാസർകോട് ദേളിയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. അധ്യാപകൻ ഭീഷണി തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു. സ്വകാര്യ സ്കൂൾ അധ്യാപകൻ ഉസ്മാനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. കൊച്ചി കപ്പൽശാലയ്ക്ക് വീണ്ടും ഭീഷണി. കപ്പൽശാല ബോംബിട്ട് തകർക്കുമെന്ന് കാട്ടി രാത്രിയിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത്. ഇത് 3-ാം തവണയാണ് കപ്പൽശാലയ്ക്കെതിരെ ഭീഷണി സന്ദേശം എത്തുന്നത്. സംസ്ഥാനത്തിന് 14,25,150 ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വാക്സിൻ എത്തിച്ചേരുന്ന മുറയ്ക്ക് വാക്സിനേഷൻ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ആദ്യ ഡോസ് വാക്സിനേഷൻ 80% അടുക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട്ടിൽ ഓൺലൈനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഭൂരഹിതരായ മുഴുവൻ പേർക്കും ഭൂമിയും വീടും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡിന്റെ 32 ലക്ഷം രൂപയുടെ കോർ റിസർച്ച് ഗ്രാന്റ് കരസ്ഥമാക്കിയ മലപ്പുറം മമ്പാട് MES കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ അനൂപ് ദാസിനെ BJP ചുങ്കത്തറ പഞ്ചായത്ത് ശാസ്ത്രരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. സൈലന്റ് വാലി നിത്യഹരിത വനത്തിനുള്ളിലെ ജലത്തിൽ ജീവിക്കുന്ന ഷഡ്പദങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയതിനാണ് ഗ്രാന്റ് ലഭിച്ചത്. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു.
ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി 2 ദിനങ്ങളിലായി 12 ഡിവിഷനുകളിൽ നിന്നും 97 മത്സര ഇനങ്ങളിൽ 1000-ഓളം പ്രതിഭകൾ പങ്കെടുത്തു. സാഹിത്യോത്സവത്തിൽ മഞ്ചേരി വെസ്റ്റ് ഡിവിഷൻ ജേതാക്കളായി. ആരോഗ്യമേഖലയിൽ മലപ്പുറം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ ബൃഹത് പദ്ധതികൾക്ക് നാളെ തുടക്കം കുറിക്കും. വട്ടംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 1,15,00,000 രൂപയാണ് വിനിയോഗിക്കുക. പത്തനംതിട്ട ജില്ലയിലെ പട്ടയ വിതരണം കളക്ടറേറ്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി, മല്ലപ്പള്ളി താലൂക്കുകളിലായി 6,324 പേർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. മജിസ്ട്രേറ്റിന്റെ ഫോൺ റെക്കോർഡ് ചെയ്ത ASIക്കെതിരെ അന്വേഷണം. പാറശാല സ്റ്റേഷനിലെ ASI യാക്കോബിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിനാണ് റൂറൽ SP ഉത്തരവിട്ടത്. മജിസ്ട്രേറ്റ് പോലീസുകാരോട് മോശമായി സംസാരിച്ചത് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മാരക മയക്കുമരുന്നുമായി യുവതിയും യുവാക്കളും അറസ്റ്റിൽ. വിപണിയിൽ 10 ലക്ഷത്തോളം രൂപ വില വരുന്ന 100 ഗ്രാം MDMA മയക്കുമരുന്നുമായി യുവതി ഉൾപ്പെടെ 3 പേരെ കേരള കർണാടക അതിർത്തിയിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ യദുകൃഷ്ണൻ, ശ്രുതി, കോഴിക്കോട് സ്വദേശി നൌഷാദ് PT എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. പിടിയിലായ യദുകൃഷ്ണനും ശ്രുതിയും തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ IT ജീവനക്കാരാണ്. KST എംപ്ലോയീസ് സംഘ് പന്തളം KSRTC സ്റ്റാൻഡിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. KSRTCയിൽ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണം 2021 ജൂൺ മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപവാസ സമരം. KSTS പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രഘുനാഥൻ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71ാം ജന്മദിനം വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി BJP കണ്ണൂർ ജില്ലാ നേതൃത്വം. സേവാ സമർപ്പൺ അഭിയാൻ എന്ന പേരിൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണ പ്രവൃത്തികളും രക്തദാന ക്യാമ്പുകളും സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി കണ്ണൂരിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി K രജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു. സേവാ സമർപ്പൺ അഭിയാനെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു വിശദീകരിച്ചു. പന്തളം KSRTC ഡിപ്പോ നിർത്തലാക്കുവാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ പ്രതിഷേധവുമായി BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തളിക്കുളത്ത് ആൾ താമസമില്ലാത്ത വീടിനകത്ത് മാസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹത്തിന് 6 മാസത്തെ പഴക്കമുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട റാന്നി താലൂക്ക് പട്ടയ വിതരണം പ്രമോദ് നാരായൺ MLA ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ 6 കൈവശമുള്ള കർഷകർക്കാണ് പട്ടയം നൽകിയത്. പമ്പാ നദിയിലെ തനത് മത്സ്യങ്ങളുടെ പരിപോഷണം പദ്ധതിയുടെ ഭാഗമായി കോയിപ്രം ഇലന്തൂർ ബ്ലോക്കിലെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA നിർവഹിച്ചു. അയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുകോൽപ്പുഴ കടവിൽ നടന്ന ചടങ്ങിൽ തനത് മത്സ്യങ്ങളുടെ 5000 കുഞ്ഞുങ്ങളെ പമ്പാ നദിയിൽ നിക്ഷേപിച്ചു. കാസർകോട് തിമിരടുക്കയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. 21 വയസ്സുള്ള അബ്ദുൾ റഹ്മാനെയാണ് തട്ടിക്കൊണ്ടുപോയത്. വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച ശേഷം യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. 2 സംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് 18-കാരൻ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം ചിയ്യാനൂർ ചോലയിൽ കബീറിന്റെ മകൻ നിസാമുദ്ദീനാണ് മരിച്ചത്. രാവിലെ 6 മണിക്ക് കോഴിക്കര ഫുട്ബോൾ കോർട്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതായിരുന്നു. ശബരിമലയിൽ കന്നിമാസ പൂജയ്ക്കായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി വ്യാഴാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ KSRTC പ്രത്യേക സർവീസ് നടത്തും. തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പമ്പയിലേക്ക് ഒരാഴ്ച മുൻപ് തിരുവനന്തപുരം പമ്പ സർവീസിലേക്കുള്ള സീറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പെരുമ്പാവൂരിൽ നിന്നും 15 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മധ്യവയസ്കർ പിടിയിൽ. കടുവാൾ സലീം ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജുവാണ് പോലീസിന്റെ പിടിയിലായത്. മാസ്ക് ധരിക്കാത്തതിനെ തുടർന്ന് കോഴിക്കോട് കരുവാരക്കുണ്ട് കിഴക്കിലെ അന്യസംസ്ഥാന നിർമ്മാണ തൊഴിലാളിയുടെ പേഴ്സ് സെക്ടറൽ മജിസ്ട്രേറ്റ് പിടിച്ചെടുത്തു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാരോട് തട്ടിക്കയറിയതായും ആക്ഷേപമുണ്ട്. ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ 108 പട്ടയങ്ങൾ വിതരണം ചെയ്തു. അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിലെ പട്ടയ വിതരണം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ടൂറിസത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളിലായി ടൂറിസം വകുപ്പ് കൈകോർക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സ്പോർട്സ് ടൂറിസവും വെൽനസ് ടൂറിസവും പരിഗണനയിലുണ്ട്. തദ്ദേശ വകുപ്പുമായി ചേർന്ന് 5 വർഷത്തിനിടെ 500 പുതിയ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. കൊറോണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നിർത്തിവച്ചിരുന്ന ബയോമെട്രിക് പഞ്ചിംഗ് സംവിധാനം പുനരാരംഭിക്കാൻ ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ നിർദ്ദേശം. കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വന്നതോടെയാണ് പുതുക്കിയ തീരുമാനം. ഇതോടെ 16 മുതൽ ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക പഞ്ചിംഗ് പുനരാരംഭിക്കും. മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സ്റ്റാർക്കിലെ പരിഷ്കാരങ്ങൾ എയ്ഡഡ് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ആക്ഷേപം. ജില്ലാ ട്രഷറിക്ക് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണയിലെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന കൊടിക്കുത്തിമല ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള സന്ദർശകർക്ക് നാളെ മുതൽ പ്രവേശന പാസ് ഏർപ്പെടുത്തും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശക സമയം. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേരാനിരുന്ന അവലോകന യോഗം മാറ്റിവെച്ചു. സെപ്റ്റംബർ 16 പമ്പയിലെ ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേരാനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത്. മണ്ഡലകാലത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഒരുക്കങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വനിതാ ശിശു വികസന വകുപ്പ് മികച്ച അംഗനവാടി ഹെൽപ്പറായി തിരഞ്ഞെടുത്ത വിജയലക്ഷ്മി ടീച്ചറെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. അഗതിയൂർ ചിൽഡ്രൻസ് നഗർ അംഗനവാടിയിലെ ഹെൽപ്പറാണ് വിജയലക്ഷ്മി. സേവാഭാരതി പ്രവർത്തകരായ സുധാഹർഷൻ, മനോജ് കുമാർ, വിദ്യാധരൻ, മണിക്കുട്ടൻ എന്നിവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ INLUTC സംസ്ഥാന നേതാവ് അറസ്റ്റിൽ. വള്ളിച്ചിറ സ്വദേശി PC തോമസിനെയാണ് മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 വർഷം മുൻപ് ജോലി നൽകാമെന്ന് പറഞ്ഞ ഇടുക്കി സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയ കേസിലായിരുന്നു അറസ്റ്റ്. BJP തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യോഗം നടത്തി. ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട യോഗം ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂർ KSRTC ഡിപ്പോയിൽ കൂടുതൽ ബസ്സുകൾ എത്തിയപ്പോൾ മതിയായ ജീവനക്കാരില്ല. പുതിയ സർവീസിൽ ആരംഭിക്കണമെങ്കിൽ 19 വീതം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും അടിയന്തരമായി നിയമിക്കണമെന്ന് ATO പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചീഫ് ഓഫീസിലേക്കും ഓപ്പറേഷൻ വിഭാഗത്തിലേക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പൾസ് എമർജൻസി ടീം കേരള യൂണിറ്റുകളിലെ 50ഓളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനം നടത്തി. സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾക്കുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പുതിയ അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു. പത്തനംതിട്ട നഗരത്തിലെ ഗതാഗത പരിഷ്കാരങ്ങൾ സംബന്ധിച്ച നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തി. പൊതുജനങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയ വിവിധ തൊഴിലാളി സംഘടനകളിൽ നിന്നും നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു.
പത്തനംതിട്ട കോയിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പുല്ലാട് ജംഗ്ഷൻ സമീപം നിർമ്മിച്ച സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളടക്കം സംഘടിപ്പിക്കാവുന്ന രീതിയിൽ ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയും രണ്ടും മുകളിലായി നിർമ്മിക്കുന്ന ഗാലറിയുടെയും ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. കണ്ണൂർ നീർക്കടവിൽ കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ തോണി തകർന്ന് കടലിൽപ്പെട്ടവരെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വിനോബ്, വിശാഖ്, പ്രജിത്ത്, നിമേഷ്, ആന്റണി എന്നിവരെയാണ് ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് പൊന്നാട അണിയിച്ച് ആദരിച്ചത്. പുതിയ സംരംഭകരെ സഹായിക്കാൻ താലൂക്ക് തലത്തിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. സംരംഭകർക്ക് സഹായം നൽകാൻ കഴിയുന്ന തരത്തിൽ വ്യവസായ വകുപ്പ് സംവിധാനങ്ങൾ പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൾട്ടിപ്പിൾ ആക്ഷൻ റിസർച്ച് NGOയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ 2 ദിവസത്തെ ലീഗൽ പരിശീലന ക്യാമ്പ് നടത്തി. ഗാർഹിക പീഡനത്തിന്റെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ പുരുഷന്മാരെ ബോധവൽക്കരിച്ച് അതിലൂടെ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ജില്ലയിലെ 25 വാർഡുകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട 25 പുരുഷന്മാർക്കാണ് പരിശീലനം നൽകിയത്. എടവണ്ണ ചാത്തല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാലിയാർ ബസിന്റെ ഡീസൽ ടാങ്കിൽ ഉപ്പ് നിറച്ചതായി പരാതി. അന്വേഷണം ആവശ്യപ്പെട്ട് ബസ് ഉടമകൾ പോലീസിൽ പരാതി നൽകി. പാലക്കാട് ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രം, അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവ സംയുക്തമായി ഷോളയൂർ ഗ്രാമപഞ്ചായത്തിലെ മൂലങ്കൽ, വെച്ചപ്പതി, വരങ്കമ്പടി എന്നീ വിദൂരാദിവാസി ഊരുകളിൽ ദന്തരോഗ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 50ഓളം പേർ പങ്കെടുത്തു. തൃത്താല പ്രവാസി കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ പ്രവാസി വെബ് കോൺഫറൻസ് നടത്തുന്നു. തൃത്താലയുടെ വികസന അജണ്ടയും പ്രവാസികളും എന്ന വിഷയം ആസ്പദമാക്കിയാണ് വെബ് കോൺഫറൻസ്. കോൺഫറൻസിൽ നിയമസഭാ സ്പീക്കർ MP രാജേഷ് സംബന്ധിക്കും. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.